അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുറത്തു കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കണം കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല തക്കവും വെളിച്ചൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇന്നലെയും നല്ല വെയിലേനു. അപ്പം നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി ഇവിടെ നിന്ന് തീ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അടുപ്പിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഇതൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷേ ഇല്ല രണ്ട് കല്ല് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ തീ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു റൈസ് കുക്കർ വാങ്ങിയാൽ മതി, എന്നാൽ അപ്പം ഇത്ര കഷ്ടപ്പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം ഇൻഷാ അല്ലാ അതൊന്ന് വാങ്ങണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു മെസ്സി വന്ന് മുന്നിൽ നിന്ന് കണ്ടോ. മെസ്സിക്കുള്ള ചീത്തയാണ് കിട്ടുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ ചട്ടിനി ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പത്തേക്ക്. ആ ചട്ടിനി മൊത്തം അവിടെ അങ്ങോട്ട് കളഞ്ഞേക്കണം കേട്ടോ. അപ്പം ചട്ടിനി മൊത്തം അവിടെ കളഞ്ഞതുകൊണ്ട് കുറച്ച് ചെറിയൊരു ചീത്തയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാനെങ്കിൽ മക്കള് അതേപോലെ എന്തെങ്കിലുമൊക്കെ വഴിക്കൊക്കെ കാട്ടി ചീത്തയും തല്ലൊക്കെ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു ക്ഷമയുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. കുറച്ചേ പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചെറുതായിട്ടൊന്നേ ചീത്ത പറഞ്ഞിട്ടുള്ളൂ ഇനി. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് നല്ല ഉഷാറായിട്ട് നമ്മൾ അടുപ്പൊക്കെ ഒന്ന് കത്തി വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് പറഞ്ഞതോടുകൂടി അടുപ്പിൻ്റെ കഥ അത് കഴിഞ്ഞു കേട്ടോ. ഒരു ചിരട്ട ഉണ്ടേനി, അതിൻ്റെ ബലത്തിലാണ് കേട്ടോ ഇത്രയും സമയം ആ കത്തി കൊണ്ട് നീങ്ങിയത്. കുറേ ദിവസമായിട്ട് അടുപ്പ് കത്തിക്കാഞ്ഞതും അല്ലേ, അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പം അടുപ്പും കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും സെറ്റപ്പ് ആയിട്ടില്ല കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. നമ്മൾ അടുപ്പിനുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. വർക്ക് ഏരിയ ഉണ്ടാക്കണം സാവധാനം. അപ്പം ആ ഒരു വർക്ക് ഏരിയയിൽ അടുപ്പ് വെക്കാം എന്നുള്ളതിൽ ഇപ്പോൾ പുതിയ വീട്ടിൽ നമ്മൾ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണത്. അവിടെ ഇപ്പോൾ തൽക്കാലികം ഷീറ്റൊക്കെ കെട്ടിയതാണ്. പക്ഷേ ഇവിടെ ഉണ്ടാക്കിയാലേ ഇവിടെ നമ്മൾ തീ പിടിപ്പിക്കുകയാണെങ്കിൽ നേരെ നമ്മളെ ഈ ചുമരൊക്കെ കറുത്തു കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തീ പിടിപ്പിക്കലില്ല. ഇപ്പം ഗ്യാസുമ്മ തന്നെയാണ് വെക്കൽ. ഇന്നിപ്പോൾ ഞാൻ വെളിച്ചെണ്ണൊക്കെ കണ്ടതുകൊണ്ടാണ് മുറ്റത്തൊന്ന് നമ്മൾ ആദ്യം ഷെഡിൽ അതിനത് അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്തിരുന്നത്. മുറ്റത്ത് 2-3 കല്ലൊക്കെ വെച്ചിട്ട് അതിൽ ആണ് നമ്മൾ ചോറ് വെച്ചിരുന്നത്. അപ്പം ഇന്ന് അതേപോലെ പുറത്ത് ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിവിടെ വേഗം ഒരു മീൻകറിയും കൂടി ഇങ്ങോട്ട് തട്ടിക്കൂട്ടട്ടെ. നമ്മളെ പുളിശ്ശേരി ഉണ്ടാക്കിയ ചട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് വേഗം ഒരു മീൻകറിയും കൂടി പാസ്സാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കുപ്പിൻ്റെ റിവ്യൂ ചോദിച്ചിനി കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇന്നേ കുറച്ച് തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീർത്ത് ഒരു ബൈക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോറ് ഒരടുപ്പത്താവുന്നുണ്ട്. മീൻകറി ഉണ്ടാക്കി വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ചോറ്റക്ക് ഒരു കൂട്ടാനാണെങ്കിലും വിശക്കുമ്പോൾ അത് കിട്ടിയാലും മതിയല്ലോ. അപ്പം ഞാൻ വേഗം മീൻകറി കൂടി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കുന്ന ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പം ഇന്ന് സ്കൂൾ തുറക്കുന്ന പ്രവേശനോത്സവമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് വേഗം ഞാൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇതിപ്പോൾ വെള്ളക്കുപ്പിയൊക്കെ തിരിച്ച് തുറക്കണത് എന്താണെന്ന് വെച്ചാലേ ഇത് ശരിക്കും എഡിറ്റ് ചെയ്ത് കളയേണ്ട ഭാഗമാണ് കേട്ടോ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ പറ്റുന്ന അബദ്ധങ്ങളാണ്. അതൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴേ ക്യാമറ ഓണാക്കാൻ മറന്നു. അപ്പം വീണ്ടും ചെയ്ത പണി റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ക്യാമറ ഓണാക്കി വെക്കാൻ മറന്നു. അതിൽ ഞാനിത് ഓഫാക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇത് ക്യാമറയിൽ കിട്ടിയിട്ടില്ല എന്ന് കണ്ടത്. അപ്പോൾ മക്കൾക്കുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ഞാൻ. അപ്പം നമ്മളെ വെളിച്ചെണ്ണ കുപ്പിൻ്റെയും ഓയിലിൻ്റെയും ഒക്കെ കഥ പറയാം. കഥ എന്ന് പറയാനൊന്നുമില്ല, റിവ്യൂ ചോദിച്ചിനി കേട്ടോ. അപ്പം കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. ഞാൻ 200 രൂപ അല്ല, അതിൻ്റെ 100 സംതിങ് എത്രയോ ഉള്ളതിന് കേട്ടോ ഈ 2 വെളിച്ചെണ്ണ കുപ്പിക്ക്. ഇതിന് കൂടെ ഇതിന് ഇടാനുള്ളൊരു ഇതുണ്ടല്ലോ, അതും കൂടി കിട്ടും കേട്ടോ. വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒലിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിനി. അങ്ങനെ ഒലിക്കണമൊന്നുമില്ല കേട്ടോ. അതാ ഈ ഒരു വാഷറില്ലേ, ആ വാഷറുമ്മ ഇങ്ങനെ ആവുന്നുണ്ട്. അതേപോലെ തന്നെ വാഷറുമ്മ അധികം ആവണില്ല കേട്ടോ. ഇതിൻ്റെ മാത്രമുള്ളൂ. ഇത് ഓയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലോണം ഇങ്ങോട്ട് നിറച്ചിട്ട് ആ വാഷർ അങ്ങോട്ട് കുത്തി ഇറക്കിയിട്ടോ അതിലേക്ക്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ ഓയിൽ. ഈ ഒരു മുകളിൽ ആ ഒരു ഭാഗമില്ലേ, അവിടെ മാത്രം ആ ഒരു സിൽവർ കളറിൽ കാണില്ലേ, അവിടെ മാത്രമേ ഇത്തിരി എണ്ണ ആവുള്ളൂ കേട്ടോ. നല്ല എണ്ണ ആവുകയെന്നൊന്നുമില്ല. പിന്നെ അതേപോലെ ഈ താഴത്തേക്ക് ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗത്തേക്ക് ഒന്നും ഒലിച്ചിറങ്ങണമൊന്നുമില്ല കേട്ടോ. നമുക്ക് പിടിക്കുമ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ നമ്മളതിന്മേൽ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ വൈക്ക് വീയൊക്കെ ചെയ്യൂലേ, അതങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.
ഏ ആ ഒരു മുകൾ ഭാഗത്ത് മാത്രം ഒരു ഇത്തിരി വെളിച്ചെണ്ണ കുപ്പിയല്ലേ അതിന്റെ സ്വഭാവം കാട്ടാൻ വേണ്ടി ഒരു ഇത്തിരി ആവുള്ളൂ കേട്ടോ. കണ്ടോ, ഇത് ട്രേക്ക് വലിച്ചിറങ്ങുന്നില്ല, അത് വെള്ളമാണ് കേട്ടോ, എണ്ണയല്ല. എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം ഉറ്റിയതാണ്. ട്രേ ഒക്കെ കണ്ടോ ക്ലീൻ ആയിട്ട് അങ്ങനെ ഒലിച്ചിറങ്ങി, ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഉറുമ്പിന്റെ ശല്യവും അല്ലാതല്ല കേട്ടോ. അപ്പം വെളിച്ചെണ്ണ കുപ്പി അടിപൊളിയാണ്. വേണ്ടവർക്കൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. ഒരു 10-15 ദിവസം ഉപയോഗിച്ച എൻ്റെ റിവ്യൂ ഇങ്ങനെയാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ആം, അപ്പം വെളിച്ചെണ്ണ കുപ്പി സൂപ്പറാണ്. ആ മുകളിൽ ഒരിത്തിരി എന്തായാലും വെളിച്ചെണ്ണ കുപ്പി അതിൻ്റെ സ്വഭാവം കാണിക്കുമല്ലോ, ഒരിത്തിരി മാത്രം. ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് തുടച്ചെടുത്താൽ മതി, അത്ര പ്രശ്നമുള്ളൂ. പിന്നെ ഞാനത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ പ്രവേശനോത്സവമാണ് എന്നുള്ളത്. അപ്പം മക്കൾക്ക് പോകൽ എന്തായാലും നിർബന്ധമാണ്. പക്ഷെ കുട്ടികളെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടാനും പറ്റൂല. അന്നത്തെ ദിവസം ക്ലാസ് തിരിക്കുക അങ്ങനെയൊന്നുമില്ല. രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ പാടൊരു കലപിലായിട്ടേക്കാരം. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടാനും പറ്റൂല. കുട്ടികൾ കൂട്ടം തെറ്റി എയിലേലും പോവുമോ ഒന്നും അറിയാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പം അവിടെ പരിപാടിക്ക് കുറച്ച് സമയമേ കൂടിയിട്ടുള്ളൂ. ഇനി കുറച്ച് സമയം ഒന്ന് കൂടി ഞാൻ പിന്നെ ഒന്നിങ്ങനെ ഒന്ന് കണ്ണോടിച്ച് അങ്ങനെ പോന്നു കേട്ടോ. അപ്പം ചെറിയ LKG UKG കുട്ടികളെ അവിടെ ഇങ്ങനെ കേട്ടോ പൂമ്പാറ്റയൊക്കെ ഇങ്ങനെ വെച്ച് നല്ലൊരു ഒലുക്കുള്ളൊരു നല്ലൊരു സെറ്റപ്പിലൊക്കെ ആക്കിയിട്ടുണ്ടായി. അപ്പം അതൊക്കെ ഒന്ന് അതിലേക്ക് ഒന്ന് പോയി കണ്ട് ഒന്ന് വീഡിയോ എടുത്ത് കണ്ണോടിച്ച് ഞാനും എല്ലാം ഇങ്ങോട്ട് പോന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂൾ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കും, GHSS മരുതയാണ് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടാളും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വേഗം വീട്ടിൽ പോന്നിട്ടുണ്ടേനി കേട്ടോ. കാരണം ഇന്ന് ജനൽ വെക്കാൻ ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പം അങ്ങനെ ഓല് ഉച്ചക്ക് പിന്നെ പോയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അത് ഫ്രണ്ടിലെ ജനലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് ഉച്ചവരെയൊക്കെ ക്ലാസ്സൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോന്നിട്ടുണ്ടേനി ഞങ്ങൾ. അപ്പോൾ ജനൽ ഇതാ വെക്കുന്നുണ്ട്, ഫുള്ള് വൈറ്റാണ് കേട്ടോ. മുന്നിലുള്ള ജനലുകൾ മാത്രമാണ് കേട്ടോ ആ ഒരു ഡിസൈനൊക്കെ ഉള്ളത് വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള തന്നെയാണ് കേട്ടോ. ഇത് കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണും, പക്ഷെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാണൂല, അങ്ങനെയുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പം ഓല് വീണ്ടും വന്ന് ഓലെ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. ഇത് ഞാനൊരു 4 മണി 4 മണിയല്ല ഒരു 3:30 ആവുന്ന സമയത്ത് എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ അജു അവിടെ മേൽനോട്ടം വഹിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓല ജനലിന് സ്ക്രൂ ഇടുക അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ സൈഡിലുള്ള റൂമില്ലേ അതിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വേഗം ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. 4 മണിയാകുമ്പോൾ ചായ എടുക്കണമല്ലോ. അപ്പം ബ്രെഡ് മുട്ടിയിൽ മുക്കി പൊരിച്ചെടുക്കുകയാണെ. ബ്രെഡ് കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിക്കേ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും പക്ഷെ 4 മണി സമയമാകുമ്പോൾ എനിക്കൊരു മടി വരും. ആ മടി വന്നാൽ പിന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര കുറേ സമയം എടുത്തുകൊണ്ട് കുക്ക് ചെയ്യാനുള്ളൊരു ഇതൊന്നും എനർജി ഒരു ഇതൊന്നും ഉണ്ടാവില്ല, മനസ്സുണ്ടാവില്ല. അതുകൊണ്ട് വേഗം ഞാനൊരു ബ്രെഡ് മുട്ടിയിൽ മുക്കി പൊരിച്ച് ചായക്കടി അങ്ങോട്ട് പാസ്സാക്കിട്ടോ. അതാകുമ്പോൾ സിമ്പിളാണല്ലോ പരിപാടി, എളുപ്പം പരിപാടി കഴിയും ചെയ്യും. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണേനും. അപ്പം ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. വെയിൽ നല്ലപോലെ അകത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ സ്പാച്ചില ഞാൻ അധികം നമ്മളെ ഷെഡിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അധികം ഉപയോഗിക്കണേ. ഇതുണ്ടല്ലോ ഇത് സ്പാച്ചിലും ഈ ബ്രഷും രണ്ടും പാടെ ഇങ്ങനെയുള്ള സെറ്റ് 100 സംതിങ് എത്ര രൂപക്ക് ഞാൻ മീഷോന്ന് വാങ്ങിയതേനി കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഈ ഒരു സ്പാച്ചിലുണ്ടല്ലോ നമുക്ക് ചട്ടകം പോലെ നേരിയ ദോശയല്ലേ അതൊക്കെ നമുക്ക് പൊട്ടാതെ തിരിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ ആ സ്റ്റീലിൻ്റെ ചട്ടകത്തിൻ്റെ അതേ പവർ കാണിക്കൽ ഉണ്ട് കേട്ടോ ഈ ഒരു ചട്ടകം. ഞാനിങ്ങനെ വിചാരിച്ചിനി അതിൻ്റെ അത്ര അങ്ങോട്ട് തുമ്പില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും മടിയിൽ നിന്ന് കിട്ടലുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പം ഇടാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഉള്ളൊരു അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പ്രശ്നമല്ല, നമ്മൾ മുളക് കറികളും അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് മറിച്ചിടാനൊക്കെ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഈ സ്പാച്ചില വേഗം ഒരു മഞ്ഞ കളർ വരും കേട്ടോ. ഞാൻ അധികം ആ ഒരു ഇതിനൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കളറിൽ തന്നെ ഇങ്ങനെ നിൽക്കണത് കേട്ടോ. ഞാൻ എങ്ങനെ എന്തെങ്കിലുമൊക്കെ മറിച്ചിടാനും തിരിച്ചിടാനും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിക്സിൻ്റെ ജാറിൽ നിന്നൊക്കെ പഠിച്ചെടുക്കാനൊക്കെ അല്ലേ അടിപൊളിയാണ് കേട്ടോ. അതിനൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടും.
അപ്പം ഞാൻ ബാക്കിയുള്ള ബ്രെഡും കൂടി പൊരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ആ ബ്രഷിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ കളറാവും. അത് നമ്മൾ ആ ഒരു അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, മുളക് കറികളിലൊക്കെ ഇട്ട് മുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പാച്ചിലിൻ്റെ തുമ്പ് ഒരു മഞ്ഞ കളർ ആവണുണ്ട് കേട്ടോ. കാരണം ഞാൻ വാങ്ങിയത് കണ്ട് ഇവിടെ അടുത്തുള്ളവർ വാങ്ങിയത് ഓലതൊക്കെ ഇതേപോലെ കളർ ആവണ്ടേന്. ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഒരു കളറ്. അപ്പം നമ്മുടെ ബ്രെഡ് പൊരിക്കലൊക്കെ കഴിഞ്ഞു. ഉണ്ടാക്കിയത് 5 ദിവസം കൊള്ളൂലെങ്കിലും എന്താ പ്രസൻറ്റേഷനിൽ ഞാൻ പൊളിക്കൂട്ടോ. അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ രസമല്ലായി ഒന്നുമില്ല കേട്ടോ. ബ്രെഡ് പൊരിച്ചാൽ എന്തായാലും രസം ഉണ്ടാകുമല്ലോ. ഞാനതൊന്നൊരു ഡെക്കറേറ്റീവ് ഒക്കെ ആയിട്ട് ചെയ്ത് ഓൽക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് മക്കൾ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതേ ഞാനേ. അപ്പോൾ ജനലുകളൊക്കെ ഓരോ ഭാഗങ്ങൾ കവർ ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ അത് ഈ റൂമൊക്കെ കംപ്ലീറ്റ് ആയിക്കണ്. പിന്നെ ഓലന്ന് ഫുള്ള് പണി ഉണ്ടായിന് കേട്ടോ. ഒരു രാത്രിക്ക് 7 മണി 8 മണിയായിട്ടോ ഫുള്ള് കംപ്ലീറ്റ് ആക്കി പോയപ്പോൾ. അപ്പം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കൽ പണിയാണ് കേട്ടോ. ഓല ആ ഒരു എന്താ പറയുക, കുളത്തിടാൻ വേണ്ടിയിട്ട് ഡ്രില്ല് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ മൊത്തമായിക്കണേ. അപ്പം ഇനി അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കണം. ഒരു രാത്രി 8:30 ഒക്കെ ആയി പോയപ്പോൾ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തത്. അപ്പം നമ്മൾ പിന്നീട് ഓരോ പണികൾ എടുക്കുമ്പോൾ അതാണ് കേട്ടോ അവസ്ഥ. നമ്മളതിങ്ങനെ തുടച്ച് വൃത്തിയാക്കി തുടച്ച് നല്ലൊരു പണി പിന്നീട് എടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. രാത്രി നല്ല സമയമായിട്ടുണ്ടേനു. പിന്നെ പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എങ്ങനെയുണ്ടായി നമ്മളെ ജനല? ഞാൻ പറഞ്ഞില്ലേ, ജനാലകൾ മുന്നിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തത്. അതിനൊരു ഇത്തിരി വില കൂടുതലും ഉണ്ട് കേട്ടോ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വലിയ ഡിസൈനൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടേനി വെള്ളയല്ലാത്ത കളറൊന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ വെള്ളമല്ലാത്ത കളറും ഉണ്ട് കേട്ടോ. ഞാൻ വെള്ളയാണ് പറഞ്ഞിട്ടുണ്ടേനി അതെ. അപ്പോൾ വെള്ളയാകുമ്പോൾ അതാണ് ഒന്നും കൂടി ഭംഗി എന്നൊരു തോന്നൽ. പിന്നെന്താ വെച്ചാൽ വെള്ളയാകുമ്പോൾ വേറെയുള്ള കളറുകളൊക്കെ ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ വെയിലും മഴയൊക്കെ കൊള്ളുമ്പോൾ മങ്ങുമല്ലോ. വെള്ളയാകുമ്പോൾ എന്നും ആ ഒരു കളർ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് ആദ്യം വലിയ ഇഷ്ടമൊന്നുമില്ല ഇനി കേട്ടോ വെള്ള. പിന്നെ ഇപ്പോൾ ഓരോന്നും എല്ലാതും വെള്ളയാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ ആ മുകളും ജനലുകളും. പിന്നെ പരസ്യത്തിലെ കുട്ടി പറയുമ്പോൾ കഴുകിക്കോ പറയുന്ന മാതിരി ആകുമോ അവൻ്റെ അവസ്ഥ. പക്ഷേ എനിക്ക് ആ ഒരു വെള്ള കളറ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിൽ വെള്ള സെലക്ട് ചെയ്തത് കഴിഞ്ഞിട്ടോ ഞാൻ. അപ്പം നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തായാലും ഒന്ന് കമൻ്റായിട്ട് എഴുതുകൊണ്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അഭിപ്രായം കമൻ്റായിട്ട് എഴുതുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.